ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് എഴുന്നേൽക്കുന്നതിലും ഒത്തിരി താമസിച്ചാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റത്. മനുഷ്യൻ്റെ കാര്യമല്ല, ഒരു ദിവസം ഇങ്ങനെയൊക്കെ പറ്റിപ്പോവും, എന്ത് ചെയ്യാനാ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ പോകണം, എനിക്ക് പോകണം, ചേട്ടനും പോകണം, എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് അവർക്ക് കൊടുത്തു വിടണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് ഞാനിതെല്ലാം ചെയ്ത് പോകാൻ റെഡിയായതെന്ന് നമുക്കൊന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ ഇടയിലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ട് എനിക്കൊരു ലൈക്കും കമൻറ്റ് ഷെയറും ഒക്കെ തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതേ വേഗം തുടങ്ങുവാണ്. കുടിവെള്ളം അവർക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ, അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഫാൻ്റെ ചോട്ടി വെച്ചിട്ട് വേണം ഒന്ന് ആറ്റിയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതേ പാല് അടുപ്പത്ത് വെച്ചിട്ട് ചായക്കുള്ളത്. എന്നിട്ട് രാവിലെ ഞാൻ ബുദ്ധിപൂർവ്വം ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ബട്ടറും ആക്കി. അതാകുമ്പോഴേക്കും എനിക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, പിന്നെ ഉച്ചക്കത്തേക്ക് അവർക്ക് കൊടുത്തു വിടണമല്ലോ. അപ്പോൾ അതിന് ഞാനതേ കുറച്ച് ചിക്കൻ കറി അങ്ങ് പെട്ടെന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സവാളയും പച്ചമുളകും എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് നമുക്ക് കുക്കറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് സവാളയൊക്കെ ഞാനൊന്ന് പെട്ടെന്ന് അരിഞ്ഞൊക്കെ എടുക്കുവാണ് കേട്ടോ. ഒരു സവാള എടുത്തുള്ളൂ, അതായത് അവർക്ക് രണ്ടുപേർക്കും കൊണ്ടുപോകാൻ വേണ്ടി മാത്രം, ഞങ്ങൾക്ക് കൊണ്ടുപോകണ്ടല്ലോ, ഞങ്ങൾക്ക് അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുവാണ് നമ്മൾ. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുത്തു വിടാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. കുഴക്കാനും പരത്താനും ഒന്നും എനിക്കിപ്പോൾ നേരെയില്ല. അപ്പോൾ പാക്കറ്റ് ചപ്പാത്തി കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആമിക്കുഞ്ഞിനെ റെഡിയാക്കണം, എനിക്കും റെഡിയാവണമല്ലോ. 1 മണിക്കൂറും 10 മിനിറ്റുമാണ് കയ്യിലുള്ളത്, അതിനുള്ളിൽ വേണം ഇതെല്ലാം റെഡിയാക്കാനായിട്ട്. അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ വെളിച്ചെണ്ണ തീർന്നിരിക്കുന്നത്. എപ്പോഴുമുള്ള പണിയാണ്, സമയമില്ലാത്ത സമയത്ത് ഇതിങ്ങനെയൊക്കെ ഒഴിച്ച് നമ്മുടെ സമയം പോയിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്യാനോ, ഒഴിക്കാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ വേഗം വെളിച്ചെണ്ണയൊക്കെ പകർത്തി കുക്കറിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് സവാള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് പൊടിയായി മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ചിക്കൻ മസാല മാത്രമേ ഇടുന്നുള്ളൂ. ഇവർക്ക് അധികം അങ്ങനെ എരിവൊന്നും വേണ്ട. അപ്പോൾ അത് മാത്രമേ ഇട്ട്, നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് വേഗം കുക്കറിലിട്ട് ഒരു 3-4 വിസിലങ്ങ് കേൾപ്പിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ചപ്പാത്തിയൊക്കെ വേഗം അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ വിസിലൊക്കെ കേട്ട് കുക്കറൊന്ന് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തിയും റെഡിയായി. ഇനി അത് അവരുടെ പാത്രത്തിലേക്കൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തത് ചൂടുവെള്ളമൊക്കെ കുപ്പിയിലേക്ക് പകർത്തിയിട്ട് ഞാൻ വേഗം പോയൊന്ന് റെഡിയാകാനായിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. പക്ഷെ അതിനു മുമ്പ് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയോടെ.